ഹരിയോ. 56-ാമത്തെ സ്തുതി, വേണുഗാനം. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 21-ാമത്തെ അധ്യായം 1-2 ശ്ലോകം, പിന്നെ 5 തൊട്ട് 20 വരെ ശ്ലോകങ്ങൾ. ഒരിക്കൽ രാമകൃഷ്ണന്മാരും ഗോപന്മാരും കളിച്ച് വൃന്ദാവനത്തിലും പിന്നീടൊരു ഘോരവനത്തിലും എത്തി. ഇങ്ങനെ വനങ്ങൾ തോറും സഞ്ചരിച്ച് മുഞ്ചാരണ്യത്തിൽ പ്രവേശിച്ച അവർ പശുക്കളെ കാണാതെ അന്വേഷണം തുടങ്ങി. ഒരു കാട്ടുതീയിൽപ്പെട്ട് ഭയചകിതരായി നിലവിളിക്കുന്ന പശുക്കളെ കണ്ട് ഗോപന്മാർ കൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ എല്ലാവരോടും കണ്ണടക്കുവാൻ പറഞ്ഞു. അവർ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആ കാട്ടുതീ ഭഗവാൻ പാനം ചെയ്തു കഴിഞ്ഞിരുന്നു. മുഞ്ചാരണ്യത്തിൽ നിന്നും ഭാണ്ഡീരകവനത്തിൽ എത്തിയതറിഞ്ഞ് അവർക്ക് ആശ്ചര്യമായി. ഭഗവാന്റെ മാഹാത്മ്യത്തെ വാഴ്ത്തി സ്തുതിച്ചു. എല്ലാ ഭഗവത് ലീലകളും ഗോപന്മാർ വ്രജത്തിൽ ചെന്ന് പറഞ്ഞു. ഗോപന്മാരും സ്ത്രീകളും അതെല്ലാം കേട്ടിട്ട് വിസ്മയിച്ചു. രാമനും കൃഷ്ണനും ഗോകുലത്തിൽ ജനിച്ച ഏതോ ദേവന്മാരാണെന്ന് അവർ ദൃഢമായി വിശ്വസിച്ചു. ഗോകുലത്തിൽ മഴക്കാലം വന്നു. ഇടിയും മിന്നലും കലർന്ന് നീലാകാശം മിന്നി. മേഘാവൃതമായ ആകാശത്തിൽ സൂര്യചന്ദ്രന്മാർ ഇടയ്ക്കിടെ മാത്രം പ്രത്യക്ഷപ്പെട്ടു. കൃഷിസ്ഥലങ്ങളിൽ സസ്യങ്ങൾ സമൃദ്ധിയായി വളർന്നു. നദികളെല്ലാം കരകവിഞ്ഞൊഴുകി. സമുദ്രത്തിൽ തിരമാലകൾ വളർന്ന് ക്ഷോഭിച്ചു. ഗിരികൾ മഴ വീണ് നനഞ്ഞെങ്കിലും ഭക്തന്മാരുടെ മനസ്സുപോലെ ഒരു കുറവും സംഭവിച്ചില്ല. മേഘം കണ്ട് മയിലുകൾ പീലി വിടർത്തി ആടി. വൃക്ഷങ്ങളെല്ലാം തഴച്ച് വളർന്ന് ഫലഭൂയിഷ്ടമായി. അങ്ങനെയുള്ള വനത്തിൽ രാമകൃഷ്ണന്മാർ ബാലകരും പശുക്കളുമൊപ്പം പോയി. മഴ വന്നാൽ വൃക്ഷകോടരത്തിലും ഗുഹകളിലും കണ്ണൻ കയറിയിരിക്കും. ഫലമൂലങ്ങൾ പറിച്ചു തിന്നും. സമൃദ്ധിയായി വളരുന്ന പുല്ല് തിന്ന് പശുക്കൾക്ക് വയർ നിറയും. രാമകൃഷ്ണന്മാർ വ്രജത്തിലങ്ങനെ വസിക്കവേ മഴക്കാറുകളെല്ലാം നീങ്ങി ശരത്കാലം വന്നെത്തി. കലങ്ങിക്കിടന്ന ജലാശയങ്ങളെല്ലാം തെളിഞ്ഞു. താമരകൾ വിരിഞ്ഞു. ജലാശയത്തിൽ വസിക്കുന്ന ജന്തുക്കൾ അവിടെ ജലം അല്പാൽപ്പം കുറയുന്നത് അറിഞ്ഞില്ല. സമുദ്രവും ക്ഷോഭം വെടിഞ്ഞ് ശാന്തമായി. കൃഷിക്കാർ സേതു ബന്ധിച്ച് ജലം വാർന്നു പോകുന്നത് തടഞ്ഞ് ആകാശത്ത് പൂർണ്ണചന്ദ്രനും താരങ്ങളും ശോഭിച്ചു. ഇവിടെ ഭഗവാന്റെ വേണുഗീതം കേൾക്കാം. പത്മാകരസുഗന്ധിനാ ന വിശദ്വായുനാ വാതം സഗോ ഗോപാലഗോച്യുത കുസുമിതവനരാജിശുഷ്മിഭൃംഗ ദ്വിജകുലഘുഷ്ടസരസരിന്മഹീന്ദ്രം മധുപതിരവഗാഹ്യചാരയൻ ഗാ സഹ പശുപാലബലഞ്ചുകൂജവേണും. ഗോപ്യ ഊച്ചുഹു. വേണുഗീതം. അക്ഷണ്വതാം ഫലമിദം ന പരം വിദാമ സഖ്യപശൂനനു വിവേശയതോർവയസ്യൈ വക്രം വ്രജേശസുതയോരനുവേണുജുഷ്ടം യൈർവാനിപീതമനുരക്തകടാക്ഷമോക്ഷം ചൂതപ്രവാളബർഹസ്തവഗോത്പലാബ്ജ മാലാനുപൃക്തപരിധാനവിചിത്രവേഷു മധ്യേ വിരേജതുരലം പശുപാലഗോഷ്ട്യാം രംഗേ യഥാ നടവരൂ ക്വച ഗായമാനോ ഗോപ്യക്കിമാചരദയം കുശലം സ്മ വേണു ദാമോദരാധരസുധാമപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ദൃശ്യത്വജോശ്രൂചുസ്തരവോ യഥാര്യാഃ വൃന്ദാവനം സഖി ഭുവോ വിതനോതി കീർത്തിം
യദ്ദേവകീസുതപദാംബുജലബ്ധലക്ഷ്മി ഗോവിന്ദവേണുമനുമത്തമയൂരനൃത്യം പ്രേക്ഷ്യാദ്രിസാനുപരതാന്യസമസ്തസത്വം ധന്യാസ്മമൃഡമദയോ വിഹരിണ്യയേത യാ നന്ദനന്ദനമുപാത്തവിചിത്രവേഷം ആകർണ്യവേണുരണിതം സഹ കൃഷ്ണസാര പൂജാം ദദുർവിരചിതാം പ്രണയാവലോകേ കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശ്രുത്വാ ച തത്കുണിതവേണുവിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരനുന്നസാര വൃശ്യത്പ്രസൂനകബരാമുമുഹുർവിനീവ്യ ഗാവശ്ച കൃഷ്ണമുഖനിർഗതവേണുഗീതപീയൂഷമുത്തപിതകർണപുടൈ പിബന്ധ്യ ശാപാസ്നുതസ്തനപയകബളാസ്മതസ്തു ഗോവിന്ദമാത്മനിദൃശാശ്രുകലാസ്പൃശന്ത്യ പ്രായോ ബതാംബവിഹഗാമുനയോ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തദുദിതം കളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശൃണ്വന്ത്യമീലിതദൃശോ വിഗതാന്യവാച നദ്യസ്തദാ തദുപധാര്യ മുകുന്ദഗീതമാവർത്തലക്ഷിതമനോഭവഭഗ്നവേഗാഃ ആലിംഗനസ്ഥഗിതമൂർമിഭുജൈർമുരാരേർ ഗൃഹന്തി പാദയുഗളം കമലോപഹാരാ ദൃഷ്ട്വാ തപേ വൃജപശൂൻ സഹ രാമഗോപി സഞ്ചാരയന്തമനുവേണുമുദീരയന്തം പ്രേമപ്രവൃദ്ധ ഉദിതകുസുമാവലീഭിഃ സഖ്യുർവ്യതസ്വവപുഷാംബുദാതപത്രം പൂർണാപുളിന്ദ്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദയിതാസ്തനമണ്ഡിതേന തദ്ദർശനസ്മരരുജസ്തൃണരോഷിതേന ലിംബന്ത്യ ആനനകുചേഷു ജഹുസ്തദാധീം ഹന്തായമദ്രിരബലാ ഹരിദാസവര്യോ യദ്രാമകൃഷ്ണചരണസ്പർശപ്രമോദ മാനം തനോതി സഹഗോഗണയോസ്തയോർയത് പാനീയസൂയവസകന്ദരകന്ദമൂലൈഃ ഗാഗോപകൈരനുവനം നയതോരുദാരവേണുസ്വനീ കളപതൈസ്തനുപൃൽസുസഖ്യ അസ്പന്ദനം ഗതിമതാം പുളകസ്തരൂണാം നിർയോഗപാശകൃതലക്ഷണയോർവിചിത്രം ഏവം വിധാ ഭഗവതോ യാ വൃന്ദാവനചാരിണ വർണ്ണയന്ത്യോ മിഥോ ഗോപ്യ ക്രീഡാസ്തന്മയതാം യയുഃ. സ്വച്ഛജലം കലർന്നതും താമരപ്പൂവിൻ്റെ ഗന്ധം വഹിക്കുന്നതുമായ വായു വീശുന്ന ആ കാനനത്തിൽ കേശവൻ ഗോക്കളും ഗോപന്മാരും ഒത്ത് കൗതുകം പ്രവേശിച്ചു. തേനുണ്ട് ആർക്കുന്ന മത്തമൃഗങ്ങളുടെ വിഹാരസ്ഥലമായ സരസിൻ്റെ തീരത്തിൽ പശുക്കളെ മേച്ചുകൊണ്ട് കണ്ണൻ ഓടക്കുഴൽ വായിച്ചു. മന്മഥ ചിന്തയുണർത്തുന്ന ആ വേണുഗാനം കേട്ട് ഗോപസ്ത്രീകൾ മറ്റുള്ളവരോട് കണ്ണൻ്റെ കേളികൾ വർണ്ണിച്ചു. പീലികൊണ്ട് തീർത്ത കിരീടവും കർണികാരവും കഴുത്തിൽ വൈജയന്തിമാലയും മഞ്ഞപ്പട്ടും ധരിച്ച് അഴകാർന്ന ദേഹത്തോടെ ഭഗവാൻ വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. കണ്ണൻ പശുക്കളെ മേച്ച് വേണുഗാനത്തോടൊപ്പം പ്രേമവീക്ഷണങ്ങൾ തൂകുന്ന ആ മുഖം കാണുന്നതാണ് പരമമായ സുഖമെന്ന് ഗോപികമാർ പറഞ്ഞു. ഇതിൽ കവിഞ്ഞ മോഹന പദാർത്ഥം വേറൊന്നില്ല എന്നവർ കരുതി. ഗോപന്മാരുടെ സദസ്സിലിരുന്ന് പാടി ഒരിക്കൽ രാമകൃഷ്ണന്മാർ അവരുടെ സാമർഥ്യം പ്രകടിപ്പിച്ചു. കണ്ണൻ്റെ വേണുഗാനം കേട്ടാൽ വനത്തിലുള്ള സർവ്വജീവികളും അതുതന്നെ ശ്രദ്ധിച്ചു നിൽക്കും. മാനുകൾ പച്ചപ്പുല്ല് തിന്നുന്നത് നിർത്തി തലയുയർത്തി കണ്ണനെ തന്നെ നോക്കി നിൽക്കും. ആകാശചാരികളായ ദേവവനിതകൾ വേണുഗാനം കേട്ട് മോഹം കലർന്നു നിൽക്കും.
വനങ്ങളിലെ പക്ഷികൾ ഇത് കേട്ട് ഓരോ മരക്കൊമ്പുകളിൽ അനങ്ങാതെ ഇരുന്നു പോകും. മേഘങ്ങൾ സൂര്യനെ മറച്ച് കണ്ണന് തണൽ നൽകി നിന്നു. പശുക്കളെ കെട്ടാനുള്ള കയർ തലയിലും തോളിലും ചുറ്റിക്കൊണ്ട് രാമകൃഷ്ണന്മാർ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട് മരങ്ങൾ പോലും രോമാഞ്ചമണിഞ്ഞു നിൽക്കും. ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ലീലകളെല്ലാം വിവരിക്കുന്ന ഗോപസ്ത്രീകൾ കൃഷ്ണനിൽ ദൃഢഭക്തിയുള്ളവരായി തീർന്നു. ഹേമന്തകാലത്തിലെ ആദ്യ മാസത്തിൽ തന്നെ ഗോകുലത്തിലെ കുമാരികൾ ഭഗവാനോടുള്ള പ്രേമാധിക്യത്താൽ ആ സുന്ദരരൂപം ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യെന്നായി. അവർ ആ കാരുണ്യമൂർത്തിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാൻ വേണ്ടി കാളിന്തിയിൽ പ്രഭാതത്തിൽ മുങ്ങിക്കുളിച്ച് മണൽ കൊണ്ട് വിഗ്രഹം നിർമ്മിച്ച് കാർത്യായനി വ്രതം അനുഷ്ഠിക്കുവാൻ നിശ്ചയിച്ചു. ദേവിയെ പൂജിച്ചു. കാർത്യായനി മഹാമായേ, മഹായോഗിന്യധീശ്വരി. ദേവി, നന്ദഗോപസുതനെ എനിക്ക് ഭർത്താവാക്കി തീർക്കുക, അവിടുത്തേക്ക് നമസ്കാരം. ഇങ്ങനെ ജപിച്ച് അവർ ജലപുഷ്പഗന്ധങ്ങളാൽ പൂജിച്ച് ഭഗവാനെ തന്നെ നനച്ച് ഒരു മാസം വ്രതമനുഷ്ഠിച്ചു. ഭഗവാൻ ഭർത്താവായി വരുവാൻ പ്രാർത്ഥിച്ചു. ഭദ്രകാളിയെ പൂജിച്ചു അവർ. ഓം നമോ ഭഗവതേ വാസുദേവായ.